ദേശീയ വനിതാ കോൺക്ലേവിൽ ക്രിമിനൽ രാധാകൃഷ്ണനെ അലക്കി അയലിടുന്നത് കാണുക. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ രാധാകൃഷ്ണ ബാധ ഭാഗം 3. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18, 19 തീയതികളിൽ സംസ്ഥാന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സഹകരണത്തോടെ രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് 2 ദിവസത്തെ ദേശീയ വനിതാ കോൺക്ലേവ് സംഘടിപ്പിക്കുകയുണ്ടായി. മാധ്യമ മേഖലയിൽ വനിതാ മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവ സംബന്ധിച്ച പ്രായോഗിക നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുകയും ചർച്ചകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ദേശീയതലത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ റാണ അയ്യൂബ്, ലീന രഘുനാഥ്, മായ ശർമ്മ, മീന കന്ദസ്വാമി, അനിത പ്രതാപ് ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി. ഒപ്പം കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരും പാനൽ ചർച്ചകൾക്കും ചാറ്റ് സെഷനുകൾക്കും നേതൃത്വം നൽകി. വാർത്തകളിലെ സ്ത്രീ, മാധ്യമങ്ങളിലെ ലിംഗസമത്വം, സാമൂഹിക മാധ്യമങ്ങളിലെ സ്ത്രീ എന്നീ വിഷയങ്ങളിലാണ് പാനൽ ചർച്ചകൾ നടന്നത്. ഓരോ സെഷനുകളും മാധ്യമ മേഖലയിലെ സ്ത്രീ ഇടത്തെ കൂടുതൽ സജീവമാക്കുന്നതിനുള്ള തുറന്ന സംവാദവേദികളായി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള കടന്നാക്രമണത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങളും പ്രതിനിധികൾ തുറന്ന ചർച്ചകളിൽ പങ്കുവച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായത് ഒബ്സർവർ മാഗസിൻ എഡിറ്റർ ലീന രഘുനാഥിന്റെ നിരീക്ഷണമാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണനെ കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ആ പരാമർശം കാണുക. തിരുവനന്തപുരത്ത് ഇരുന്ന് വർത്താനം പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയണം, ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് ഹെഡ് ചെയ്യുന്നത് ഒരു ജെൻഡർ ക്രിമിനലാണ്. ആ ജെൻഡർ ക്രിമിനലിന് അഗെയിൻസ്റ്റ് സ്ത്രീകൾ പല വട്ടം എഴുന്നേറ്റ് പല മെയിൽ അലൈസും പല പുരുഷന്മാരും അതിന് കൂടെ ആ ഫൈറ്റിന് കൂടെ നിന്നിട്ടുണ്ട്. എന്നിട്ടും അയാൾ ഇന്നും 2 ജെൻഡർ ക്രൈംസ് ഉണ്ടായിട്ട് പോലും അയാൾ അതിൻ്റെ തലപ്പത്ത് തുടരുകയാണ്. അങ്ങനത്തെ ഒരു നാണക്കേടുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നാണ് നമ്മൾ ഈ കോൺവെർസേഷൻ നടത്തുന്നത് എന്ന് തന്നെ ആലോചിക്കണം. അപ്പോൾ എത്രമാത്രം ന്യൂസ് റൂമുകളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലെ ന്യൂസ് റൂമുകളിൽ സ്ത്രീകൾക്ക് എഡിറ്റോറിയൽ റൂമിൽ ചെന്നിരുന്ന് അധികാരത്തോടെ സംസാരിക്കാൻ പറ്റും. കാരണം അയാളെ ഇരുത്തുന്ന കൾച്ചറാണ് ആ ന്യൂസ് റൂമുകളിലെല്ലാം തന്നെ ഉണ്ടാവുക എന്ന് എനിക്ക് ഏകദേശം ബോധ്യമുണ്ട്. ഓഫ് കോഴ്സ് പ്രതിഷേധമൊന്നും ചെറിയ രീതിയിലൊന്നല്ല. എനിക്കറിയാം ട്രിവാൻഡ്രത്തെ സ്ത്രീ മാധ്യമ പ്രവർത്തകർ ഏറ്റവും നല്ല രീതിയിൽ പ്രതിഷേധിച്ച് ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. അവർ ഒരുപാട് കാലഘട്ടം അവരതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. എന്നിട്ടും ഒന്നും നടന്നില്ല എന്നുള്ള സങ്കടകരമായ കാര്യം നമുക്ക് ഓർക്കേണ്ടി വരും. ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനിത് രാധാകൃഷ്ണന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ രാധാകൃഷ്ണൻ എനിക്ക് തിരിച്ചയച്ച സന്ദേശം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. പോടാ മൈ, നിനക്കെന്നെ അറിയില്ല. വിവാഹമോചിതരായ ഏതെങ്കിലും പെണ്ണുങ്ങൾ കൂടിയിരുന്ന് ഫ്രസ്ട്രേഷൻ പറഞ്ഞു തീർത്ത് പരദൂഷണം പറഞ്ഞാൽ തീരുന്നതല്ലട സുനിലെ എൻ്റെ വ്യക്തിത്വം. അല്ല, ഇയാൾക്ക് അറിയാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്കെതിരായ കേസ് എന്താണെന്നറിയോ? കേരള മുതൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ പ്രൂഫ് റീഡർ ആയിരുന്നു. ഒരുപാടൊന്നും വലിയ ഉദ്യോഗമൊന്നും ഉള്ള ആളല്ല ഞാൻ, അത് സത്യം. എൻ്റെ വീടിനടുത്ത് എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ, ഞാൻ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് 10-30 കൊല്ലം പ്രവർത്തിച്ച ആളാണ്. അവിടെ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ കേരള മുതലൊരു ജീവനക്കാരിയുടെ വീട്ടിലേക്ക് കേരള മുതൽ തന്നെ ഒരു ജീവനക്കാരൻ പലവട്ടം രാത്രിയിൽ പതുങ്ങി സ്കൂട്ടർ ചരിച്ചു വെച്ച് ഒക്കെ പോകുന്നു എന്ന് പറഞ്ഞ് ആളുകളെല്ലാം ഒരു ദിവസം പിടിച്ചു വെച്ചു. എന്നെ വിളിച്ചു. എന്താണ് കാരണം? അയാളോട് ചോദിച്ചപ്പോൾ, നീ എന്തിനിവിടെ വന്നു? ഞാൻ കേരള മുതലാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ നമ്മുടെ കേരള മുതൽ രാധാകൃഷ്ണൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എന്താ ഇയാളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെല്ലാം പറഞ്ഞു തീർത്ത് സമ്മതിച്ച് പോയി എന്ന് പറഞ്ഞാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ആളിലേക്ക് പറഞ്ഞു വിട്ടു, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയി. ആദ്യത്തെ ദിവസം കേസില്ല, 2ാമത്തെ ദിവസം കേസില്ല, 3ാമത്തെ ദിവസം ഈ പറഞ്ഞ എനിക്കെതിരായി നിൽക്കുന്ന ഈ വിവാഹമോചിതരും ഫെമിനിസ്റ്റുകളെന്ന് പറയുന്ന കുറേ ഫ്രോഡ് സ്ത്രീകളും പിന്നെ ചില പുരുഷന്മാരൊക്കെ ചേർന്ന് ഒരു പോലീസ് കേസ്. എന്താണ്? ഞാൻ അതിക്രമിച്ച് കിടന്നു, ഞാൻ ആക്രമിച്ചു എന്നു. ഇതാണ് കേസ്. അല്ല, ഞാൻ ആരെയും പീഡിപ്പിച്ചതൊന്നുമല്ല. നിങ്ങളതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ, അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ രംഗത്ത് എത്ര കേസുകൾ വന്നു? ഓരോന്നായിട്ട് ഞാൻ പറയണോ? അതാരെങ്കിലും പറയുന്നുണ്ടോ? ഞാനാണോ ഏറ്റവും വലിയ പ്രശ്നം? അപ്പം ഞാൻ മോറൽ പോലീസിങ്, സദാചാരം സംരക്ഷിക്കാനുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ ദുരാചാരമാണോ? അല്ല, സദാചാര ഗുണ്ട, ജെൻഡർ ക്രിമിനൽ എന്നൊക്കെയാണ്. നിങ്ങളെപ്പോലെ മിസ്റ്റർ സുനിലേ, നിങ്ങളൊക്കെ സത്യസന്ധമായി ഇത് കാണുന്ന ആളാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? എന്ത് തോന്നിയവാസവും പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരെയും ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ എന്നെ 5 തവണ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തു. അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കൂ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു നാണക്കേടാണ്. തോറ്റ തുന്നം പാടിയ ആളുകൾ വലിയ പ്രമുഖരെ നിർത്തി
വില്ലാളി വീരൻ, വീരമണി കണ്ണൻ, പ്രദീപ് പിള്ള, സുരേഷ് വെള്ളിമംഗലം എല്ലാവരും തോറ്റു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ഭാഗത്ത് ശരീരം എങ്ങനെ വരുമോ? നിങ്ങളത് മനസ്സിലാക്കാതെ ചെയ്യുന്ന കഷ്ടമാണ്. ഞാൻ നിങ്ങളെ വ്യക്തിപരമായി മോശപ്പെടുത്താൻ, നിങ്ങളെ മോശമാണെന്നോ, നിങ്ങൾ ചില നല്ല സ്റ്റോറികളൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാനത് കേൾക്കുന്ന ആളാണ്. പക്ഷേ ഇത് കഷ്ടമാണ് കേട്ടോ. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ. ഇല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മരണം വരെ ഫൈറ്റ് ചെയ്യും. അതെൻ്റെ ജീവിതത്തിൻ്റെ അജണ്ടയാണ്. അങ്ങനെയൊന്നും വിടുകയൊന്നുമില്ല ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മാധ്യമപ്രവർത്തന രംഗത്ത് എത്ര കേസുകൾ വന്നു. 24 ഒരാളിനെതിരെ മാതൃഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കേസ് വന്നു. ആരെങ്കിലും പറയുന്നുണ്ടോ? ന്യൂസ് 18 ഒരു ജീവനക്കാരി അടുത്തിടെ രാജിവെച്ച് പോയി. എന്താ കാരണം? അതൊരു ഇങ്ങനൊരു പ്രശ്നമാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, എനിക്ക് പറയാൻ ഞാൻ ആളല്ല. പിന്നെ കിരൺ ബാബു എന്ന് പറയുന്ന KWGയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരംഗം കൊടുത്ത പരാതിയിൽ വലിയൂർ പോലീസ് സ്റ്റേഷനിൽ 354 ചാർജ് ചെയ്തു. മാതൃഭൂമിയിലെ അമൽ എന്ന് പറയുന്ന ഒരാളിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്ത് അയാൾ റിമാൻഡിൽ കിടന്നു. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ കേസുകൾ മാധ്യമപ്രവർത്തകർക്കെതിരെ ആ സ്ഥാപനങ്ങളിലെ ആളുകൾ. ഇവിടെ ഈ പറഞ്ഞ കുറേ ആളുകൾ, ഒരു സ്ത്രീ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാർ പ്രസ് ക്ലബിൻ്റെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അവിടുത്തെ ഒരു സാമ്പത്തിക വിനിമയമൊക്കെ എത്രയോ ദുരിതം, എന്തെല്ലാം പാഴ് ചെലവുകൾ ഉണ്ടാക്കി, തട്ടിപ്പും വെട്ടിപ്പൊക്കെ അതെല്ലാം മാറ്റി 5-6 കൊല്ലമായിട്ട് പ്രസ് ക്ലബ് എന്ന് സുരക്ഷിതമായി നിങ്ങൾ താഴേക്ക് ഇറക്കി നോക്കൂ മനുഷ്യ, ഇത് നോക്ക്, എന്നിട്ട് സത്യസന്ധമായി പറയാം അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് രാധാകൃഷ്ണൻ. ഇവിടെ എന്ത് രാജ്യാന്തര കോൺക്ലേവ് നടന്നാലും തന്നെ ഒന്നും ചെയ്യില്ല എന്നാണ് രാധാകൃഷ്ണന്റെ പക്ഷം. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഒരു മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാതിരുന്നിട്ടും, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നിട്ടും, പല തട്ടിപ്പുകൾ നടത്തിയിട്ടും ഇപ്പോഴും പ്രസ് ക്ലബ് നേതാവായി വിരാജിക്കുന്നത് ആഘോഷിക്കുവാൻ ഇന്നലെ വൈകിട്ട് നാഷണൽ ക്ലബ്ബിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. സക്സസ് സെലിബ്രേഷൻ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. എന്തിന്റെ സക്സസ് ആണെന്ന് മാത്രം ഇതുവരെ മനസ്സിലാകുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.